Hi friends, welcome to I Can Help You Learn English. I'm Vijay Kumar. I think you remember what we discussed in the last class. You know, our focus was on words in general. നമ്മൾ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് വേർഡ് ക്ലൗസസിനെ പറ്റി പറഞ്ഞിരുന്നു, വേർഡ്സ് ഇൻ ജനറൽ ആൻഡ് ദെൻ വേർബ്സ് ഇൻ പെർട്ടിക്കുലർ. പ്രത്യേകിച്ച് നമ്മൾ വേർബിലേക്കാണ്, വേർഡ്സിനെ പൊതുവായും വേർബിനെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എന്താണ് ഒരു വെർബ് എന്ന് മനസ്സിലായി? വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ മാത്രമല്ല അല്ലേ, ആക്ഷൻ വെർബ്സും സ്റ്റേറ്റീവ് വെർബ്സും ഉണ്ട്. അതിൽ ഡൈനമിക് വെർബ് എന്നും സ്റ്റേറ്റീവ് എന്നും രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മളതിനെ കാണുകയും ചെയ്തു. ഒരു ലിങ്കിങ് വെർബിൻ്റെ സൂചനയും ഞാൻ തന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്രമേണ വർക്കുകൾ തരുന്നുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ അവസാനിപ്പിച്ചത് ഒരു വെർബിന് 5 രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞാണ്. എ വെർബ് ഹാസ് 5 ഡിഫറെൻറ്റ് ഫോംസ്. സോ വാട്ട് ആർ ദി 5 ഡിഫറെൻറ്റ് ഫോംസ്? ഇതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഹൗ എൻ ഇംഗ്ലീഷ് വെർബ് ഗെറ്റ്സ് ടെൻസ്, പ്രസന്റ് ആൻഡ് പാസ്റ്റ് ടെൻസ്. പല കാര്യങ്ങളും ഇതിലൂടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വെർബ് നോക്കൂ. ഒരു വെർബിന് 5 രൂപങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ ആദ്യത്തെ വെർബിന്റെ രൂപത്തെ നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയും. INFINITIVE, ഇൻഫിനിറ്റീവ്. 2 പ്രസന്റ് ആണ്, PRESENT. അടുത്തത് പാസ്റ്റ്. ഞാനിവിടെ ഒരു വെർബ് എഴുതുകയാണ്, ടു പ്ലേ. പരിചിതമായൊരു ടു പ്ലേ. അടുത്ത വേറൊരു വെർബ് എഴുതുന്നു, ടു റൈറ്റ്. നോക്കൂ, ടു പ്ലേ എന്നത് മലയാളത്തിൽ കളിക്കുക എന്ന അർത്ഥത്തിലാണ്. ടു റൈറ്റ് അല്ലെങ്കിൽ എഴുതുക, ടെൻസ് ഇല്ല. അപ്പോൾ ആൻ ഇൻഫിനിറ്റീവ് ഹാസ് നോ ടെൻസ്. മനസ്സിലായി? അപ്പോൾ മലയാളത്തിൽ എഴുതുക എന്ന വാക്കിന് നിങ്ങൾ പ്രസന്റ് ടെൻസ് കൊടുക്കണമെങ്കിൽ എഴുതുക അല്ലെങ്കിൽ എഴുതുക + എഴുതുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒന്ന് ഒരു കാലപ്രത്യയമാണ്. ഒരു കാലപ്രത്യയമാണ്. ഇംഗ്ലീഷിൽ അതിനെ നമുക്ക് കാലപ്രത്യയം എന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷിൽ അത് ടെൻസ് മോർഫീമാണ്. MORPHEME, ടെൻസ് മോർഫീം. അപ്പോൾ ഒരു ടെൻസ് മോർഫീം മലയാളത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു ടെൻസ് ഫൊണീമാണ് മലയാളത്തിൽ. നോക്കൂ, ഇനി ഒരു ടെൻസ് മോർഫീമാണ്. നോക്കൂ, ഇനി ഒരു ടെൻസ് മോർഫീമാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷിലുണ്ട്. മനസ്സിലായല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പല ലാംഗ്വേജസ് പലതും നമുക്ക് പല കാര്യങ്ങളും പല ക്യാരക്ടറിസ്റ്റിക്കും ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപോലെയാണ്. ദർ ആർ സോ മെനി തിങ്സ് ഇൻ ബിറ്റ്വീൻ ലാംഗ്വേജസ് അല്ലേ. അത് ഇറ്റ് ഈസ് ട്രൂ ഫോർ മലയാളം ആസ് വെൽ, മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആസ് വെൽ. നോക്കൂ, ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കളിക്ക് എന്ന പദത്തിന് എങ്ങനെയാണോ കളിക്കുന്നു എന്ന ടെൻസ് കിട്ടുന്നത്, അത് ഇംഗ്ലീഷിൽ എങ്ങനെ സംഭവിക്കുന്നു? ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ ഇൻ ഇംഗ്ലീഷ്? ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ ഇംഗ്ലീഷ്. ഇതിന് നമ്മൾ മോർഫീം എന്ന ഈ വാക്ക് തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടെൻസ് മോർഫീം. അപ്പോൾ മലയാളത്തിൽ ടെൻസ് മോർഫീം എന്താണെന്ന് അറിയാമെങ്കിൽ ഇംഗ്ലീഷിൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നില്ല. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരേ ഫംഗ്ഷൻ തന്നെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ മലയാളത്തിനേക്കാളും. മലയാളം കുറേ കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ലാംഗ്വേജ് ആണ്. ഒരു സെക്കൻഡ് ലാംഗ്വേജ് ലേണർ ഓഫ് മലയാളം വളരെ ബുദ്ധിമുട്ടിയിട്ട് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് അങ്ങനെയല്ല, കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്നതാകും എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയുള്ളൂ. ഇപ്പോൾ ഒരു മോർഫീം ഷോപ്പ് ഒരിടത്ത് തുറന്നിരിക്കുന്നു എന്ന് കരുതും. അവിടെ മോർഫീം മാത്രമല്ല, ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ടെൻസ് മോർഫീംസ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ടെൻസ് മോർഫീംസ്, ആസ്പെക്ട്സ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആസ്പെക്ട്സ് ആൻഡ് ദെൻ ഓപ്പറേറ്റേഴ്സ്. ഇത് മൂന്നും വിൽക്കുന്ന, ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പദങ്ങളാണ്. ഇത് മൂന്ന് വിൽക്കുന്ന ഒരു കടയുണ്ടെന്ന് സങ്കല്പിക്കുക. മനസ്സിലായില്ലേ? നോക്കൂ, ഒരു ടെൻസ് മോർഫീം, ആസ്പെക്ട് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഷോപ്പാണ്. മനസ്സിലായല്ലോ? ഞാൻ കുട്ടികളോടാണെങ്കിൽ എനിക്ക് പറയാം, നമുക്കൊരു റിട്ടയർഡ് ടീച്ചറാണത് നടത്തുന്നത്, ഈ ഷോപ്പ് നടത്തുന്നത്. അപ്പം നിങ്ങൾക്കൊരു മോർഫീം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് അദ്ദേഹത്തോട് പറയുക, കട നടത്തുന്ന ആളിനോട് പറയാം, എനിക്കൊരു മോർഫീം വേണം അല്ലേ. അപ്പോൾ പുള്ളി ചോദിക്കുമ്പോൾ ഏത് മോർഫീമാണ് വേണ്ടത്, നമ്മുടെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് കക്ഷി തരും. നമുക്ക് വേണ്ടത് ഈ വെർബിനെ പ്രസന്റ് ആക്കാനുള്ള മോർഫീമാണ്. നമുക്ക് നമ്മൾ കടയിൽ ചെന്ന് പറയുന്നു, എനിക്ക് ഐ വാണ്ട് എ പ്രസന്റ് ടെൻസ് മോർഫീം.
അപ്പോൾ പുള്ളി പറഞ്ഞു സിംഗുലർ ഓർ പ്ലൂരൽ. ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ. നോക്കൂ, നമ്മൾ പറഞ്ഞു സിംഗുലറും പ്ലൂറലും എനിക്ക് ആവശ്യമാണ്, കാരണം വേണ്ടി വരികയാണെങ്കിലോ. അതുകൊണ്ട് അദ്ദേഹം ഇവ രണ്ടും എടുത്ത് പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നു. നോക്കൂ, നമ്മൾ വെട്ടിക്കൊണ്ട് നോക്കിയപ്പോഴാണ് എസ്, ES, IES ഇവർ മൂന്ന് പേരെയും നമുക്ക് എസ് മോർഫീം എന്ന് പറയാം. എസ്സിൽ ഇങ്ങനെ അവസാനിക്കുന്ന മോർഫീമാണ് എസ് മോർഫീം. അപ്പോൾ ഒരു കോമൺ നെയിം നമ്മൾ കൊടുത്തു ഇവർക്ക്, എസ് മോർഫീം. പക്ഷെ ഒരാൾ കൂടി ഉണ്ട്. നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, എന്നാലും അതുണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. ഒരു സീറോ മോർഫീമുണ്ട്. സീറോ മോർഫീം അല്ലെങ്കിൽ നൾ മോർഫീം. ഇതാണ് അതിനകത്തിരുന്ന സാധനം. നൾ മോർഫീമിന്റെ ഒരു അടയാളമാണ്. ഇതാണ് ഇരിക്കുന്നത്. നോക്കൂ, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുകയാണ്. അതിന്റെ ഉപയോഗം കൂടെ നോക്കൂ. ഈ ടു പ്ലേ എന്ന് പറയുന്ന വേർബിനെ നിങ്ങൾക്ക് പ്രസന്റ് ടെൻസിലേക്ക് മാറ്റണമെങ്കിൽ ടു പ്ലേ പ്ലസ് എസ്. നേരെ മറിച്ച് സ്റ്റഡി എന്ന വാക്കിനെയാണ് മാറ്റേണ്ടതെങ്കിൽ IES ഉപയോഗിക്കും. ഗോയെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ടെൻസിലേക്ക് പോകുന്നു എന്നാക്കേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ ES ഉപയോഗിക്കേണ്ടി വരും. ഇവരെല്ലാം തന്നെ നമ്മൾ എസ് മോർഫീം എന്ന് വിളിക്കാം, സ മോർഫീം എന്നോ എസ് മോർഫീം എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനോട് നമ്മൾ എസ് ചേർത്തു. എസ് ചേർക്കുമ്പോൾ തന്നെ നോക്കൂ, ഇത് പ്രത്യക്ഷമാകുന്നു. കാരണം ഇതിന് ടെൻസ് കിട്ടിക്കഴിയും. മനസ്സിലാവും? ഇറ്റ്സ് നോ മോർ ആൻ ഇൻഫിനിറ്റീവ്. നൗ ഇറ്റ് ഇസ് എ പ്രസന്റ് ടെൻസ് വേർബ്. അല്ലേ? അതാരോട് കലർന്നു? എസിനോട് കലർന്നു. അത് പ്ലേസ്. നമുക്ക് ഇതൊരു സിംഗുലാർ വേർബാണ്. സിംഗുലാർ. അപ്പോൾ ഈ സ ചേർന്ന വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ സിംഗുലർമാരാണ്. സിംഗുലർ, ഏകവചനക്കാരൻ. മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതൊരു ഡിഫറൻസ് ആണ്. മലയാളത്തിൽ ഞാൻ എഴുതുന്നു, ഞങ്ങൾ എഴുതുന്നു, അവരെഴുതുന്നു, എല്ലാവരും എഴുതുന്നു എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു പ്രസന്റ് ടെൻസ് കൂടിയുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ ടു പ്ലേ എടുത്തു. ടു പ്ലേ പ്ലസ് സീറോ മോർഫീം നിങ്ങൾ ചേർക്കുമ്പോൾ ഈ സീറോ മോർഫീം പ്ലേയോട് ചേർന്നു. ടു അങ്ങ് പോയി. പക്ഷേ സീറോ മോർഫീം കാണാനില്ല, ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലേ? നോക്കൂ, പക്ഷേ ഇത് പ്ലേ ആവുകയാണ്, ടെൻസ് ഉള്ള പ്ലേ ആവുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്ലേയിൽ ആരുണ്ട്? സീറോ മോർഫീമിന്റെ സാന്നിധ്യം ഇതിനുള്ളിലുണ്ട്. അല്ലെ? പ്രസൻസ് ഓഫ് സീറോ മോർഫീം ഈസ് ദെയർ ഇൻ ദിസ് വേർഡ്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പ്ലേ ആയി, പ്ലേസ് ആയി. അപ്പോൾ ഇംഗ്ലീഷിൽ എത്ര പ്രസന്റ് ടെൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. നമ്മൾ മോർഫീം ഒക്കെ വാങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വി ക്യാൻ റൈറ്റ് പ്ലേസ് പ്ലസ് പ്ലേ. രണ്ട്. ഇത് സിംഗുലർ, ഇത് പ്ലൂറൽ. മനസ്സിലായല്ലോ? ഇത് നമ്മൾ ഇങ്ങോട്ട് റൈറ്റിന് എടുക്കുന്നു. WRITE, ടു റൈറ്റ് ആണിത്. റൈറ്റിനോട് നിങ്ങൾ എസ് ചേർത്താൽ യു ഗെറ്റ് റൈറ്റ്സ്, ആൻഡ് ദെൻ സീറോ ചേർത്താൽ റൈറ്റ്. അല്ലേ? അപ്പൊ ഇതും തങ്ങളുടെ വ്യത്യാസം എന്ത്? ഇത് എഴുതുക എന്നാണെങ്കിൽ ഇത് എഴുതുന്നു. ഇതിന് ടെൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് നോ ടെൻസ്. ഇതൊരു ഇൻഫിനിറ്റീവ് ആണ്. മനസ്സിലായല്ലോ? വെർബിന്റെ ബേസ് ഫോം ആണ്. നോക്കൂ, റൈറ്റ്സും റൈറ്റ്, പ്ലേസും പ്ലേയും. നന്നായി മനസ്സിലായല്ലോ? ഇനി നോക്കൂ, അടുത്ത പാസ്റ്റ് ആണ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഇതിലെ മലയാളത്തിലാണെങ്കിൽ ടു പ്ലേ ആണ്, കളിച്ചു എന്ന് കിട്ടണം. കളിക്കുക പ്ലസ് ഉ. ഇപ്പോൾ മലയാളത്തിലെ പാസ്റ്റ് ടെൻസ് മോർഫീം എന്ന് പറയുന്ന ഉ ആണ്. പക്ഷേ ഇംഗ്ലീഷിലെ പാസ്റ്റ് ടെൻസ് മോർഫീം എന്ന് പറയുന്നത്, നോക്കൂ, ഈ വെർബിൽ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഈ ടു പ്ലേ എന്ന വെർബിൽ പ്ലേ പ്ലസ് ED ആണ്. പ്ലേറ്റ്. ഒരു ഡ ശബ്ദം ചേരും. നേരത്തെ പറഞ്ഞതുപോലെ ED വരാം, അല്ലെ? IED വരാം. മനസ്സിലായല്ലോ? അപ്പോൾ ഡ ശബ്ദം ചേർന്ന് ഇംഗ്ലീഷിൽ എന്തുണ്ടാകുന്നു? പാസ്റ്റ് ടെൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ പാസ്റ്റ് ടെൻസ് മോർഫീം ആണ് ഈ കണ്ടത് നമ്മൾ. മനസ്സിലായോ? അപ്പോൾ ഈ പാസ്റ്റ് ടെൻസ് മോർഫീം നമ്മൾ എസ്പിക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇതിനോട് ചേർത്തപ്പോൾ ആണ് നമുക്ക് പ്ലേഡ് കിട്ടിയത്. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഈ പ്ലേഡ് പാസ്റ്റ് ആണ്. പ്ലേഡ് ഒരു രൂപം മാത്രമേ ഉള്ളൂ, സിംഗുലറും പ്ലൂറലുമായിട്ടൊന്നും. ഇത് നേരെ മറിച്ച് നിങ്ങൾ ഈ റൈറ്റിലേക്ക് ഒരു റൈറ്റിനോട് നിങ്ങൾ പാസ്റ്റ് ചേർത്താൽ, ഇത് ഡ എന്ന് പറയുന്ന ശബ്ദം ചേർന്നാണ് ഇത് പാസ്റ്റ് ആയതെങ്കിൽ ദിസ് വെർബ്, ഇത് ഒരിക്കലും ഡനെ അക്സെപ്റ്റ് ചെയ്യാൻ. നോക്കൂ, ഈ വെർബിന് ഇത് വളരെ പണ്ടേ ഉണ്ടായിരുന്ന ഓൾഡ് ഇംഗ്ലീഷിലേക്ക് ഉണ്ടായിരുന്ന വെർബുകളുടെ സ്വഭാവം വീക്കുണ്ട്. നോക്കൂ, ഇവ പാസ്റ്റ് ആകുന്നത് ഇതാ ഇവിടെ ഐ എന്നൊരു ശബ്ദമുണ്ട്. ഐ എന്നതൊരു വവലാണ്. വവൽ. ഐ സൗണ്ട്, ഡിപ്തമാണ്. രണ്ട് ശബ്ദങ്ങൾ ചേർന്നുണ്ടായ ഒരു സൗണ്ട്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന ശബ്ദം ഈ റൈറ്റിനകത്തുണ്ടെങ്കിൽ നോക്കൂ, ആ ശബ്ദം
ഓ എന്ന് പറയുന്ന ഓ പോലെയാണ്. ഓ എന്നൊരു ശബ്ദമായി തീർന്ന് ഇത് റോട്ടാകും. അപ്പോൾ പ്ലേ പ്ലസ് പാസ്റ്റ് ഈസ് പ്ലേഡ് ആൻഡ് റൈറ്റ് പ്ലസ് പാസ്റ്റ് ഈസ് റൂട്ട്. ഈ സ്വഭാവമുള്ള കുറച്ച് വെർബുകൾ ഇംഗ്ലീഷിലുണ്ട്. ഏതാണ്ട് ഒരു 300ഓളം വെർബുകൾ ഉണ്ടെന്ന് പറയാം. വളരെ കുറവാണത് അല്ലേ? ഇത്രയും വെർബുകളുള്ള അല്ലേ, ആയിരക്കണക്കിന് വെർബുകളുണ്ട്. അതിൽ നോക്കൂ, വളരെ കുറച്ച് വെർബുകൾ മാത്രമേ ഈ ഗ്രൂപ്പിൽ പെടുന്നുള്ളൂ. ഇവർ നമ്മൾ ഇങ്ങനെ പാസ്റ്റ് ആകുന്ന വെർബുകളെ നമ്മൾ നോക്കൂ, സ്ട്രോങ് വെർബ് എന്ന് പറയും. സ്ട്രോങ്. ഇവയെ നമ്മൾ വീക്ക് വെർബ് എന്ന് പറയും. അപ്പോൾ ബേസ്ഡ് ഓൺ ദി വേ ദേ ഗെറ്റ് പാസ്റ്റ് ടെൻസ്, verbs can again be divided into strong and weak or weak and strong. മനസ്സിലല്ലേ? ബട്ട് ദ മോർഫിയം ചേർന്നുണ്ടാകുന്നതെല്ലാം ചില വാക്കുകൾക്ക് നോക്കൂ ട് ഉച്ചാരണം വരും. അത് ദ ചേർന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്, ഉച്ചാരണത്തിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, അത് സാരമില്ല, പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈ ഇപ്പൊ നമ്മൾ എഴുതിയ 2 രൂപം അല്ല 3 രൂപങ്ങൾ. പ്രസന്റായി, പാസ്റ്റായി, ഇൻഫിനിറ്റീവായി, പ്രസന്റായി, പാസ്റ്റായി. ഇനി ഞാനത് എഴുതിയാണ്. ഇനി നിങ്ങൾക്ക് ഈ റോഡിൽ നമ്മൾ തുടങ്ങുകയാണ്. അടുത്ത രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, PARTICIPLE, പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് വേറെ പേരുകളുണ്ട്. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് പാസീവ് പെർഫെക്റ്റീവ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ വിളിക്കാം. നോക്കൂ, ഇവിടെ ഒരു ആസ്പെക്റ്റ് കലർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ, പെർഫെക്റ്റീവ് ആസ്പെക്റ്റ്. ഈ പ്ലേഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും പ്ലേഡ്. പക്ഷേ ഈ പ്ലേഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പ്ലേഡ് പാസ്റ്റ് ആണ്, ഈ പ്ലേഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നമുക്ക് തൽക്കാലം ഇതിന്റെ പേര് കൊടുക്കാം, D1, D2. അപ്പൊ ഡ ചേർന്ന് പാസ്റ്റ് ആകുന്ന വെർബുകളുടെ D2കളെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിളും D1കളെല്ലാം പാസ്റ്റുമായിരിക്കും എന്ന് കരുതുക. മനസ്സിലായല്ലോ? ഇനി ഒരു രൂപം കൂടി ഉണ്ട്, WRITING, റൈറ്റിംഗ്. ഇതിനെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അതെന്ത് ചേർന്നാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ING ചേർന്നാണ്, ഇങ് സൗണ്ട് ചേർന്നാണ്. ഇനി ഇതിലേക്ക് വരും നിങ്ങൾ. ഇവിടെ ഈ വെർബുകൾ രണ്ട് സ്വഭാവമുള്ളവരാണ് നമ്മൾ കണ്ടു. ഇവിടെ ED ചേർന്നാണ് ഇത് രണ്ടും ഉണ്ടായതെങ്കിൽ നോക്കൂ, ഈ വെർബ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യാത്ത വെർബാണെന്ന് കണ്ടു. ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ WRITTEN ആണ്, റിട്ടൻ. മനസ്സിലായല്ലോ? N ആണ് ഇവിടെ കലർന്നിരിക്കുന്നത്, റിട്ടൻ. ഇതൊന്നും പെടാത്ത വെർബുകളും ഉണ്ട് അല്ലെ? റിട്ടൻ അത് വളരെ കുറവാണ്. നോക്കൂ, ഇവരാണ് വളരെ പഴക്കമുള്ള വെർബുകൾ. സ്ട്രോങ് എന്ന് പറയുന്ന പോലെ ഇവർ സ്ട്രോങ് ആണ്, എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആണ്. മനസ്സിലായല്ലേ? ഈ N ഫോം, ഈ N ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നോക്കൂ, നമ്മൾ എല്ലാ D2കളെയും, ഇപ്പൊ D2 ആണ്, ഇത് D1 ഇവിടെയാണ്, ഇത് പാസ്റ്റ് ആണ്, ഇത് D2 ആണ്. ഈ D2വിനെ ഈ കോളത്തിൽ വരുന്ന എല്ലാ വെർബുകളെയും നമുക്ക് N ഫോം എന്ന് വിളിക്കും. ഇപ്പൊ D2കളെല്ലാം N ഫോം എന്നുള്ള പേരിൽ നമുക്ക് ആ പേര് അവർക്ക് കൊടുക്കാം. പക്ഷേ റൈറ്റിംഗ് ഉണ്ടാകുന്നത് പ്ലേയിങ് ഉണ്ടായതുപോലെ തന്നെയാണ്. റൈറ്റ്. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ 2 വെർബുകളെ പറ്റി നമ്മൾ പഠിച്ചു. പക്ഷേ ഇംഗ്ലീഷിലെ മിക്കവാറും എല്ലാ വെർബുകളുടെയും, എല്ലാ വെർബുകളുടെയും അല്ല, നോക്കൂ, സ്വഭാവം ഈ 2 ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താവുന്ന വെർബുകളുടെ എല്ലാ സ്വഭാവം നമ്മൾ പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ വെർബുകൾ പാസ്റ്റ് ആകുന്ന രീതി അനുസരിച്ചാണ് അവയെ നോക്കൂ സ്ട്രോങ് എന്നും വീക്ക് എന്നും വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇംഗ്ലീഷിൽ ഒരു വിഭാഗം വെർബ് കൂടി നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോവാം. ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ സെറ്റ് ഓഫ് വെർബ്സ് ടു. ഈ ന്യൂ സെറ്റിനെ വിളിക്കുന്നത്, നോക്കൂ, പ്രൈമറി, PRIMARY, പ്രൈമറി ഓക്സിലിയറീസ് എന്നാണ്. പ്രൈമറി ഓക്സിലിയറീസ്. ഓക്സിലിയറി എന്ന വാക്ക് നിങ്ങൾ വളരെ ചെറുതിലേക്ക് ഇട്ടിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലെ? സപ്പോർട്ടിങ് വേർബ്സ് ആണ്. നോക്കൂ, ഇവയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് കാണാൻ പോവാണ്. പ്രൈമറി ഓക്സിലിയറീസ് ഒരുപാടൊന്നുമില്ല. There are only 3 primary auxiliaries in English. So 3 primary auxiliaries. They are to be, to do, to have.
എന്താണ് ഇവരുടെ പ്രാധാന്യം? വാട്ട് ഇസ് ദർ ഇമ്പോർട്ടൻസ് ഇൻ ഇംഗ്ലീഷ്? നോക്കൂ, ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് ഇവർ വഹിക്കുന്നത്. ദ പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾക്ക് ആസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഇവയെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ ഒരാളുടെ സഹായം അത്യാവശ്യമാണ്. നമുക്ക് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കണമെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഇതിൽ ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൈമറി ഓക്സിലിയറീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇനി ഇവരുടെ രൂപങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തേത്, നേരത്തെ നമ്മളൊരു വേർബിന് 5 രൂപങ്ങളിലുള്ളതുപോലെ തന്നെ ഇവർക്കുണ്ട്. ഇത് ഇൻഫിനിറ്റീവ് ആണ്. IN FI NI TI E. പക്ഷേ ഇവർ സാധാരണ വെർബുകളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് മനസ്സിലായല്ലോ. ദേ ആർ നോട്ട് ലൈക്ക് അതർ വെർബ്സ്, ആക്ഷൻ വെർബ്സോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റീവ് വെർബുകളോ പോലെ അല്ലേ? നോക്കുമ്പോൾ ബിയുടെ രൂപങ്ങൾ സ്റ്റേറ്റീവ് വെർബുകളാണ്, ഹാവിന്റെ രൂപങ്ങൾ സ്റ്റേറ്റീവ് വെർബുകളാണ്. എന്ന് പറഞ്ഞാൽ മറ്റു വെർബുകൾ പോലെയല്ല ഇവരെന്നാണ്. ഇവർക്കൊരു വലിയ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിപ്പോൾ നമ്മൾ കാണാൻ പോകും. ഈ ടു ബി എന്ന് പറയുന്ന വേർബിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, നമ്മൾ ഇതിനകത്ത് ടു ബി എന്ന് പറയുന്ന വെർബ് ഇട്ടു, എന്നിട്ട് പ്രസന്റ് ടെൻസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. പ്രസന്റ്, എന്നിട്ട് ഈ പാത്രത്തിൽ പ്രസന്റ് പൗഡർ ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് പ്രസന്റ് പൗഡർ എടുത്തതിലേക്ക് ഇട്ടു, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ തണുത്ത് പറ്റുന്നത് നോക്കിയപ്പോൾ നമുക്കിവിടെ 3 പ്രോഡക്ട്സ് കാണാൻ കഴിയും. ആരൊക്കെയാണ് ആ പ്രോഡക്ട്സ്? നോക്കൂ, ആം, ഈസ്, ആർ. 3 രൂപങ്ങൾ. ആം, ഈസ്, ആർ. അപ്പോൾ ടു ബിയുടെ പ്രസന്റ് ഫോംസ് ആരൊക്കെയാണ്? ആം, ഈസ്, ആർ. ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആം മൈനസ് പ്രസന്റ് എന്തായിരിക്കും? ബി ആയിരിക്കും. ഈസ് മൈനസ് പ്രസന്റ് യു വിൽ ഗെറ്റ് ബി അല്ലേ? അതുപോലെ നോക്കൂ, ആർ മൈനസ് പ്രസന്റ് അല്ലേ? ആം മൈനസ് പ്രസന്റ്, ഈസ് മൈനസ് പ്രസന്റ് ഒക്കെ ബി ആയിരിക്കും. കാരണം ബിയോട് പ്രസന്റ് കലർന്നാണ് എന്തുണ്ടാകുന്നത്? ഇതുണ്ട്, ഈ ആം, ഈസ്, ആർ ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പാസ്റ്റ് കണ്ടെത്തണമെങ്കിൽ ഈ നേരത്തെ നിങ്ങൾ ഇതുപോലെ ഒരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടത്തിയതുപോലെ ബി എന്ന ഈ ബി ഇട്ടിട്ട് ഈ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് നിങ്ങൾ പാസ്റ്റ് പൗഡർ ചേർത്താൽ മതി, പാസ്റ്റ് പൊടി ചേർത്താൽ മതി അല്ലേ? നോക്കൂ, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 വാക്കുകൾ കിട്ടും. വാസ്, വെയർ. വാസ്, വെയർ. ഇനി ഇതിന്റെ സ്വഭാവം നോക്കൂ, വാസ് മൈനസ് പാസ്റ്റ് എന്തായിരിക്കും? വാസിൽ നിന്ന് പാസ്റ്റ് എടുത്തു കളഞ്ഞാൽ യു വിൽ ഗെറ്റ് ബി അല്ലേ? അപ്പൊ ബി പ്ലസ് പാസ്റ്റ് ആണ് വാസ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ വേറിൽ നിന്നും പാസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബി ആകും. ഇനി അടുത്തത് നോക്കൂ, ഈ ബിയോട് നിങ്ങൾ എൻ ചേർത്താൽ നമ്മൾ കണ്ടു സ്ട്രോങ് വെർബുകളുടെ സ്വഭാവം അല്ലേ? അതുപോലെ തന്നെയാണ് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്ത പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. സാധാരണ എല്ലാ വെർബുകളും പോലെ തന്നെയാണ് ബി. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടു ഡു ആണ്. നോക്കൂ, ഡുവിന്റെ പ്രസന്റ് ഫോംസ് ഉണ്ടാകുന്നത് സയും സിറുവും ചേർന്നാണ്. ഡസ്, ഡു. പാസ്റ്റ് ഉണ്ടാകുന്നത് ഡ ചേർന്നാണ്, ഡിഡ്. അടുത്തത് ഡണ്ണാണ്. ലാസ്റ്റ് വൺ ഈസ് ഡൂയിങ്. സോ ടു ഹാവ്, ടു ഹാവിനോട് നിങ്ങൾ പ്രസന്റ് ചേർത്താൽ സ ചേരുകയാണ്. അതിനകത്ത് സ ചേർത്താൽ അത് ഹാസ് ആയി. ഇനി അതിനകത്ത് നിങ്ങൾ സീറോ ചേർക്കുകയാണെങ്കിൽ അത് ഹാവ് തന്നെയായിരിക്കും. ആ സിസ്റ്റം അറിയാമല്ലോ. ഇനി ഇതിനകത്ത് നിങ്ങൾ ഡ ചേർത്താൽ ഹാഡായി. നോക്കൂ, അടുത്ത ഹാഡ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹാവിങ് ആണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? നോക്കൂ, ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയാലേ നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലേ? സി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ. അപ്പോൾ വാട്ട് ആർ പ്രൈമറി ഓക്സിലറീസ്, ഹൗ മെനി പ്രൈമറി ഓക്സിലറീസ് ആർ ദേർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് അല്ലേ? നോക്കൂ, നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു കൺസ്ട്രക്ട് എ ക്വസ്റ്റ്യൻ ഓർ എ നെഗറ്റീവ് സെന്റൻസ് ഓർ യു ഹാവ് ടു പാസിവൈസ് എ സെന്റൻസ് അല്ലേ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരികയാണെങ്കിൽ യു നീഡ് ദി ഹെൽപ്പ് ഓഫ് എനി ഓഫ് ദിസ് വെർബ്സ് ഓർ സം ഓഫ് ദിസ് വെർബ്സ്. മനസ്സിലായല്ലോ? നോക്കൂ, അപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ടീച്ചർ കുറച്ച് വേർഡ്സ് കൊടുത്തു. നോക്കൂ, ഷീ ഉണ്ട്, ഈറ്റ് ഉണ്ട്, നോക്കൂ മീറ്റ് ഉണ്ട്, എവരി
ഡേ ഉണ്ട്. രണ്ട് വാക്കുകളായിട്ടാണ് നമ്മൾ എഴുതുന്നത്. എവറി ഡേ. എവറി ഡേ ഒന്നിച്ച് എഴുതാം, പക്ഷെ അത് വേറൊരു സ്വഭാവമുള്ള പദമാകുന്നത്. അപ്പോൾ ഷീ ഉണ്ട്, ഈറ്റ് ഉണ്ട്, മീറ്റ് ഉണ്ട്, എവറി ഡേ ഉണ്ട്. ഇത് ഇത്രയും ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് ടീച്ചർ പറഞ്ഞു, നാളെ നിങ്ങൾ വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം കൺസ്ട്രക്ട് ചെയ്ത് വരാം. The children are asked to construct a sentence in the simple present tense using these words. അപ്പോൾ കുട്ടി എന്തൊക്കെ അറിയണം? എന്താ സിമ്പിൾ പ്രസന്റ് എന്ന് അറിയണം അല്ലേ? നമുക്ക് നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ചിട്ടുള്ളൂ, പ്രസന്റ് ഫോം ആണ് പഠിച്ചത്. പക്ഷെ 4 ആസ്പെക്ട്സ് ഉണ്ട് ഇതിന്. നിങ്ങൾ അതിനെ 4 സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞതുപോലെ, ഒന്ന് സിമ്പിൾ, 2 കണ്ടിന്യൂവസ്, ഇതെല്ലാം ആസ്പെക്റ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അടുത്തത് പെർഫെക്റ്റ്, അടുത്തത് ഈ 2 ആസ്പെക്റ്റും കൂടി ചേർന്ന് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 3 രൂപങ്ങൾ അല്ലെ 4 രൂപങ്ങളുണ്ട് ഒരു ടെൻസ് അല്ലെ, ഒരു പ്രസന്റ് ടെൻസിന്. സിമ്പിൾ പ്രസന്റ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂവസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. പാസ്റ്റിലും ഇങ്ങനെ തന്നെയാണ്. ഫ്യൂച്ചറിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമെന്നുള്ളത്. നോക്കൂ, ഇപ്പോൾ 1, 2, 3, 4. അപ്പോൾ കുട്ടിയോട് ടീച്ചർ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ സെന്റൻസിനെ പറ്റി പഠിച്ചു. എന്താണ് ഒരു സെന്റൻസ്? സെന്റൻസ് വാക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. വേർഡ്സ് ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ബട്ട് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ ഗ്രമാറ്റിക്കലി അക്സെപ്റ്റബിൾ വേ, മെത്തേഡ്, മാനർ ടു മേക്ക് കംപ്ലീറ്റ് സെൻസ്. അപ്പോൾ വാക്കുകളെ ആ ഭാഷ ആവശ്യപ്പെടുന്ന രീതി അനുസരിച്ചാണ്, ആ ഭാഷയുടെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ നോക്കൂ അറേഞ്ച് ചെയ്തതിലേ അതിന് മീനിങ് ഉണ്ടാവും, എങ്ങനെയെങ്കിലും വെച്ചാൽ. ഇനി നോക്കൂ, ഈ സെന്റൻസ് ആരെ പറ്റിയാണ് പറയുന്നത്? ഷീ. സോ ഷീ ഈസ് ദ സബ്ജക്ട് ഓഫ് ദറ്റ് സെന്റൻസ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്ട് ആരാണെന്നൊരു ചോദ്യം വരും. നിങ്ങളെല്ലാം ചിലപ്പോൾ പറയും പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആൾ മാത്രമല്ല, പ്രവൃത്തി മാത്രമല്ല വെബ് എന്ന് കണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ മാത്രമല്ല എന്ത്? സബ്ജക്ട്. സബ്ജക്ട് ഈസ് ദ തീം ഓഫ് ദറ്റ് സെന്റൻസ്, വാട്ട് ദറ്റ് സെന്റൻസ് ഈസ് അബൌട്ട് ഓർ ഹു ദറ്റ് സെന്റൻസ് ഈസ് അബൌട്ട് അല്ലേ. അപ്പോൾ ആരാണ് നോക്കൂ ആ സെന്റൻസിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ സെന്റൻസിൽ വിഷയമായിട്ടുള്ളത്? വിഷയം എന്ന് അർത്ഥപ്പെടുത്താൻ മതി സബ്ജക്ട്. വിഷയം അല്ലെങ്കിൽ തീം, THEME, തീം. മനസ്സിലായില്ലേ? തീം ഓഫ് ദി സെന്റൻസ് എന്ന് പറഞ്ഞോളൂ നിങ്ങൾ. നോക്കൂ, അപ്പോൾ ആ ഷീ ആദ്യം വരുന്നു. ഇനി തന്നിരിക്കുന്ന വെർബ് മീറ്റ് ആണ്. നോക്കൂ, മീറ്റിന് നിങ്ങൾക്ക് പ്രസന്റ് ടെൻസ് ആക്കണമെങ്കിൽ ചേർക്കുകയോ സീറോ ചേർക്കുകയോ വേണം അല്ലേ. അപ്പോൾ അത് ചേർത്ത് വെച്ചു നിങ്ങൾ. ഈറ്റ്സ്, EATS, ഈറ്റ്സ് അല്ലെങ്കിൽ ഈറ്റ്സ്, രണ്ടിലാരാണെന്ന് പിന്നീട് തീരുമാനിക്കും. അടുത്തത് ഈ പ്രവൃത്തി അനുഭവിക്കുന്നയാള്. ഈ ഈറ്റ്സിനെ ആരിലേക്ക് നോക്കി കൊടുക്കാം? എന്തിനാണ് തിരുന്നത്? മീറ്റ് അല്ലേ. മീറ്റാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റ് അല്ലേ. ഇതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സഫർ ചെയ്യുന്ന ആൾ, ഈ ആക്ഷൻ സഫർ ചെയ്യുന്ന ആളാണ് സഫറർ എന്ന് വേണമെങ്കിൽ പറയാം, പേഷ്യൻ്റ് എന്ന് വിളിക്കാറുണ്ട്. ഷീ ഈറ്റ്സ് മീറ്റ്, ഇതാണ് ഓർഡർ. ഷീ ഈറ്റ്സ് മീറ്റ്. ഇനി ഒരു എവരിഡേ കിടപ്പുണ്ട്, അത് നമുക്ക് പിന്നീട്. ഷീ ഈറ്റ്സ് മീറ്റ് എന്ന് പറയുന്ന സെന്റൻസിനെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഈറ്റ്സ് എഴുതാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഈറ്റ്സ് എഴുതാനുള്ള കാരണം ഇത് ഏകവചനമാണ്, വെർബും ഏകവചനമായിരിക്കണം. ഇതിനെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത് ഏതാണ്ട് സൂചിപ്പിച്ചത് അല്ലേ. അപ്പൊ ഷീ ഇവിടെ നേരെ മറിച്ച് ദേ ആണ് വന്നിരുന്നതെങ്കിൽ അത് ഈറ്റ് ആയ അല്ലേ. അതിയുടെ കാര്യം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളോ അത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ഷീ ഈറ്റ്സ് മീറ്റ്. ഇത് നമ്മൾ അതിൻ്റെ കൂടെ എവറി ഡേ കൂടി ചേർക്കും. എവറി ഡേ, EVERYDAY, 2 വാക്കുകളായിട്ടാണ്. നമുക്ക് ഇനി ഈ വാചകത്തെ പരിചയപ്പെടും. ഷീ നമുക്ക് പണ്ട് നമ്മൾ സബ്ജക്ട് എന്ന് വിളിച്ചിരുന്നു. വേണമെങ്കിൽ ഇതിനെ നമുക്ക് NP എന്ന് വിളിക്കാം. NP എന്ന് പറഞ്ഞാൽ നൗൺ ഫ്രേസ്. ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം വാക്കുകളുണ്ടെന്ന് തോന്നൽ വേണ്ട. ഇവിടെ ഒന്നിലധികം വാക്ക് വന്നാലും അത് NP ആണ്. ഒരു വാക്കേ ഉള്ളെങ്കിൽ അതിനെ NP എന്നാണ് നമ്മൾ ലേബിൾ ചെയ്യുന്നത്. നോക്കൂ, ഈ ബാക്കിയുള്ള ഭാഗത്തിനെ മൊത്തം നമ്മൾ ഇത്രയും ഭാഗത്തിനെ നമ്മൾ VP എന്ന് പറയും, വേർബ് ഫ്രേസ്. വെർബാണ് ഇതിലെ പ്രധാനപ്പെട്ട ആൾ അല്ലേ. അപ്പൊ സബ്ജക്ട്, വെർബ്, NP, VP ഓർഡർ അല്ലേ. NPയിലെ പ്രധാനപ്പെട്ട ആൾ നോൺ ഫ്രേസിലെ പ്രധാനപ്പെട്ട ആൾ നോൺ ആയിരിക്കും, നോണോ പ്രൊനൗണോ ആയിരിക്കും. VPയിലെ പ്രധാനപ്പെട്ട ആൾ വേർബ് ആയിരിക്കും അല്ലേ. മനസ്സിലായല്ലോ. ഇനി അതിന് വേണ്ടി ഇപ്പോൾ ഇത് ഒരു പ്രൊനൗൺ ആണ്. നമ്മളിത് ചെറിയ തോതിൽ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ. ഈറ്റ്സ് എന്ന് പറയുന്ന ഒരു വേർബാണ് അല്ലേ. അതിൻ്റെ കൂടെ എസ് ചേർന്നിരിക്കുന്നു. വേർബ് പ്ലസ് പ്രസന്റ് ടെൻസ് ആണ്. ഇനി മീറ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ്, നൗൺ ആണ്, ഇറ്റ്സ് എ നൗൺ. ഇനി ഡേ എന്ന് പറയുന്ന അടുത്ത നൗൺ ആണ്. നോക്കൂ, എവ്രി എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനർ ആണ്, DETERMINER. അപ്പൊ ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡിറ്റർമിനർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സൂചന ഞാൻ തന്നിട്ടുണ്ട്. ഷീ ഈറ്റ്സ് മീറ്റ് എവ്രി ഡേ.
എവറി ഡേ നമ്മൾ ഒന്നിച്ചെഴുതിയാൽ അതൊരു എഡ്ജക്റ്റീവ് ആയിരിക്കും, എവറി ഡേ. ഇപ്പോൾ എവറി ഡേ എന്ന് പറയുന്ന ഈ ഡിറ്റർമിനർ ആൻഡ് ഈ നൗൺ കൂടെ ചേർന്ന് നമുക്കൊരു adverb ആയിട്ട് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുകയാണ്. തിന്നുന്നു എപ്പോൾ, എവറി ഡേ. അപ്പൊ തിന്നുന്നുവിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സെന്റൻസുകളെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ നോക്കൂ, യു വിൽ ബി ഏബിൾ ടു പ്രോസസ് ദി സ്ട്രക്ചർ ഓഫ് സെന്റൻസസ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു പുട്ട് ദിസ് ഐഡിയ ഇൻ യുവർ ബ്രെയിൻ വിച്ച് ഇവൻച്വലി ബിക്കംസ് എ വെരി ഇഫക്റ്റീവ് ഇൻപുട്ട്. അതൊരു ഇൻപുട്ടായിട്ട് അവസാനം മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടൊരു ഇൻപുട്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്, അല്ലെ? ഇതാണ് ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം. അപ്പൊ ഈ വാചകത്തിലുള്ള എല്ലാ വാക്കുകളെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മുന്നോട്ട് പോകുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് രണ്ടായിട്ട് നമ്മൾ തിരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇനി ഈറ്റ്സിലേക്ക് തിരിച്ചു വരൂ. ഈറ്റ്സ് എന്ന് പറയുന്ന വെർബാണെങ്കിൽ ഈറ്റ് പ്ലസ് എസ് ആണ്, ബട്ട് അത് വൺ വേർഡ് ആണ്. ഇതൊരു മോർഫീം അതിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, പ്രസന്റ് ടെൻസ് മോർഫീം, അല്ലെ? വൺ വേർഡ് ആണത്. വൺ വേർഡ് ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ എന്ന് വിളിക്കും. അപ്പൊ ദർ ഈസ് ഓൺലി വൺ വേർഡ് ഇൻ ദി വെർബൽ, VERBAL. ഒരു വെർബലിൽ കൂടുതൽ വാക്കുകളാണ്, മനസ്സിലായില്ലേ? വൺ ഓർ മോർ വേർഡ്സ് ആണ്. ഇവിടെ ഒരു വാക്കേ ഉള്ളൂ. അപ്പൊ ഒരു വാക്കാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ എന്ന് വിളിക്കും. അതിൽ പ്രസന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സിംഗുലർ ആണ്. ഒരു സിമ്പിൾ പ്രസന്റ് സിംഗുലർ വെർബ് ഉണ്ട്, ഒറ്റ വാക്കാണത്, അതുകൊണ്ട് അതിനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് വിളിക്കുന്നു. മീറ്റ് ഒരു നൗൺ ആണ്, ബട്ട് ഇതിന്റെ ഒബ്ജക്റ്റ് ആണ്. എവ്രി എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനർ ആണ്, നൗണിന്റെ മുന്നിലാണ് ഇത് വരുന്നത്, മനസ്സിലായില്ലേ? നോക്കൂ, ഡേ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്, ബട്ട് എവ്രി ഡേ ഫങ്ഷൻസ് ആസ് എൻ adverb. അതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഇതൊരു adverb ആണ്. ഇതാണ് ഈ സെന്റൻസിന്റെ സ്വഭാവം. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരെ മറിച്ച് ഷീക്ക് പകരം നിങ്ങൾ ദേ ആണ് എഴുതുന്നതെങ്കിലും ദേ, നോക്കൂ, ഇത് ഈറ്റ് ആകും, എസ് അങ്ങ് പോകും, അല്ലെ? ദേ ഈറ്റ് മീറ്റ് എവരി ഡേ എന്നാണ്, മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, ഐ ആണ് സബ്ജക്റ്റ് എങ്കിലോ, ഐ ഒരാളിലേ ഉള്ളൂ. നോക്കൂ, ഐയും വിയും ഫസ്റ്റ് പേഴ്സൺസ് ആണ്, ഫസ്റ്റ് പേഴ്സൺസ്. നോക്കൂ, ഫസ്റ്റ് പേഴ്സൺ ഐ സിംഗുലർ ആണ്, പക്ഷെ ഒരിക്കലും അത് നോക്കൂ തേർഡ് പേഴ്സൺ ഉപയോഗിക്കുന്ന വെർബാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈറ്റ്സ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ വെർബ്, കാരണം ഹീ ഷീ ഈറ്റ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഐ എന്തിനെ അക്സെപ്റ്റ് ചെയ്യില്ല, ഈറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഉപയോഗിക്കുന്ന വെർബ് ഈറ്റ് ആണ്, ആ വെർബിനെയാണ് ഐ യൂസ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ വെർബ് എന്ന് ഈറ്റിനെ വിളിക്കാം. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ വെർബ് ഐ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഐ ഒരാളേ ഉള്ളൂ എങ്കിലും നോക്കൂ, സിംഗുലർ ആണെങ്കിലും നോക്കൂ, അത് ഒരു പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന് കാരണം, മനസ്സിലായല്ലോ. നോക്കൂ, ഇറ്റ് വോണ്ട് അക്സെപ്റ്റ് തേർഡ് പേഴ്സൺ വെർബ്സ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സെന്റൻസ് ഉണ്ടാക്കാം. ഐ ചേർത്തെഴുതൂ, ഐ ഈറ്റ് മീറ്റ് എവരി ഡേ. വി ഈറ്റ് ആണ്, ദേ ഈറ്റ് ആണ്, ദെൻ യു ഈറ്റ് ആണ്, അല്ലേ? ഹി ഷീ ഈറ്റ്സ്, ഷീ ഈറ്റ്സ്. ഇത്രയും ഈറ്റ്സ് ആണ്, അല്ലെ? ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. 1 2 3 4 5 6 7 7 സെന്റൻസുകൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇനി ഈ 7 സെന്റൻസിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം, നെഗറ്റീവായി ട്രാൻസ്ഫോം ചെയ്യാം, അത് ക്വസ്റ്റ്യൻസ് ആക്കാം, അല്ലെ? നമുക്ക് ഇതിനെ പാസീവ് ആക്കാം, അല്ലെ? അങ്ങനെ നമ്മൾ മാറ്റുന്ന ഒരു സെന്റൻസിനെ തന്നെ നമുക്ക് വളരെ ഈസിയാണത്. നമുക്ക് അതിന്റെ പാറ്റേൺ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നല്ല ഇൻപുട്ടായി നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം, മനസ്സിലായില്ലേ? ഒരിക്കലും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് മറക്കുന്ന പ്രശ്നമില്ല. എല്ലാ ക്ലാസ്സിലും ടെൻസ് പഠിക്കുന്നു, ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് പറഞ്ഞ് ശീലിക്കുക. ഈ എവറി ഡേ ഇതിനോട് ചേർത്ത് തന്നെ പഠിക്കുക. എവറി ഡേ ഇവിടെ ഒരു ടൈം മാർക്കറാണ്. ഈ എവറി ഡേ കാണിക്കുന്നത് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലേ വരുമെന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലത് കൃത്യമായി പതി, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഐ ഈറ്റ് മീറ്റ് എവറി ഡേയുടെ മലയാളം നോക്കൂ. ഞാൻ തിന്നുന്നു ഇറച്ചി എല്ലാ ദിവസവും. മലയാളത്തിൽ വരുമ്പോൾ സിൻടാക്സ് അതിന്റെ വേർഡ് ഓർഡർ ഒന്ന് മാറും, പക്ഷെ വാക്കുകളെല്ലാം അതുപോലെ തന്നെയാണ്. ഇതിൽ ഐ ഉണ്ട്, ഞാൻ, ഈറ്റ് ഉണ്ട്, തിന്നുന്നു, അല്ലെ? മീറ്റ് ഉണ്ട്, ഇറച്ചി, എവറി ഡേ ഉണ്ട്, എല്ലാ ദിവസവും. എന്താ ഡിഫറൻസ്? വാക്കുകളുടെ ക്രമീകരണത്തിൽ ആ ഓർഡറിൽ മാത്രമേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ, അല്ലേ? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈറ്റ് തിന്നുന്നു എന്നാണ്. ഇതിനകത്തൊരു ഒന്നും ശബ്ദം വിളിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ബേസ് ആണ് എന്നുള്ളത്, ബേസ് വെർബാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ലോജിക്കൽ, അല്ലെ? അത് ലോജിക്കലായിട്ട് നമുക്ക് തോന്നുന്നില്ല, അല്ലെ? നോക്കൂ, അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, അപ്പോൾ ഈ തരത്തിൽ നമ്മളിപ്പോൾ 7 സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ആസ്പെക്റ്റുകൾ പ്രസന്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസിവൈസേഷൻ, ഇതെല്ലാം പഠിക്കാൻ നോക്കൂ ഭാഷയിൽ റൂൾസ് ഉണ്ട്, ചെറിയ റൂൾസ് ഉണ്ട്.
ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റും ഇതേ റൂൾ തന്നെ. മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായി മനസ്സിലായി എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറക്കരുത്, നമുക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക.